പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. വിശുദ്ധ മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് സഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ദേവാലയത്തിന്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കാൻ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം കാണുന്നല്ലോ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ചു പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിന്റെയും യുഗാന്തത്തിന്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെപ്പറ്റിയുള്ള കിംവദന്തികളും. എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്, കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. ക്ഷാമവും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അവർ നിങ്ങളെ വധിക്കും. എൻ്റെ നാമനിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദേഷിക്കുകയും ചെയ്യും. നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. ഈ ഭൂമിയിൽ പണിതീർക്കപ്പെടുന്ന ഓരോ ദേവാലയങ്ങളും നമ്മെ ഒരു ധ്യാനത്തിലേക്ക് ക്ഷണിക്കുന്നു. വൈവിധ്യമാർന്ന ശില്പഭംഗികളും ചാരുതയും എല്ലാം ധ്യാനത്തിൻ്റെ ഒരു ക്ഷണപത്രം മാത്രമാണ്. ദേവാലയത്തിനുള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ ഇതെല്ലാം നാം മറന്ന് അതിനുള്ളിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയിലേക്ക് നാം നമ്മുടെ ശിരസിനെ നമിക്കുന്നു. എന്നാൽ പലപ്പോഴും നാം ഓരോരുത്തരും ദേവാലയത്തിൻ്റെ ശില്പഭംഗിയിലും ബാഹ്യമോടികളിലും രമിച്ചു പോകുന്നതായി കാണുവാൻ സാധിക്കും. ഇവിടെയാണ് മത്തായി ശ്ലീഹാ തൻ്റെ സുവിശേഷത്തിൽ നമ്മോട് പറയുന്നത്, ഇത് കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ തകർക്കപ്പെടും എന്ന്. യേശു ദേവാലയത്തെ കുറിച്ച് പറയുന്നുണ്ട്. യെരുശലേം ദേവാലയത്തിൽ കടന്നു ചെന്ന് അവൻ ചാട്ടവാറെടുത്ത് അവിടെ ഉണ്ടായിരുന്ന നാണയമാറ്റക്കാരെയും ആടുകളെയും കച്ചവടക്കാരെയും അടിച്ച് ഓടിക്കുന്നത്. ഈ ഒരു സുവിശേഷ ഭാഗം നാം ചിന്തിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ദേവാലയം എന്ന് പറയുന്നത്? വിശുദ്ധ പൗലോസ് ശ്ലീഹാ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലും 2-ാം ലേഖനത്തിലും പറയുന്നു, നിങ്ങൾ തന്നെയാണ് ദൈവത്തിൻ്റെ ആലയം. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരുമാണ് യഥാർത്ഥ ദേവാലയം എന്ന് പറയുന്നത്. ഈ യഥാർത്ഥ ദേവാലയത്തെ നാം മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുകയാണ്. അവിടെ നാം ജഡത്തിന്റെ വ്യാപാരങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ ഈ ദേവാലയമാകുന്ന ശരീരത്തെ ജഡത്തിന്റെ വ്യാപാരങ്ങൾ കൊണ്ട് നിറയ്ക്കുമ്പോൾ നാം ദൈവത്തിന്റെ ആലയമാകുന്ന ദൈവത്തിന്റെ ആലയത്തിൽ നിന്നും പുറത്തു പോവുകയാണ്. ഇവിടെയാണ് നാം ഓരോരുത്തരും യേശുവിൻ്റെ ചാട്ടവാർ എടുക്കേണ്ടത്. ഒരു ദേവാലയം പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ മാത്രമാണ് അത് കല്ലും മണ്ണുമാകുന്ന ദേവാലയം പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഒരു വിശുദ്ധ ദേവാലയമായി മാറുന്നത്.
പ്രിയ സഹോദരങ്ങളെ, നാമും ദൈവത്തിൻ്റെ ആലയമായി പ്രതിഷ്ഠിക്കപ്പെടണം. മാമോദിസയും മൂറാനഭിഷേകവും കൊണ്ട് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമായി പ്രതിഷ്ഠിക്കപ്പെടുന്നു. പക്ഷേ അവിടെ നാം ജഡത്തിന്റെ വ്യാപാരങ്ങൾ നിറയ്ക്കുമ്പോൾ നാം ആ ദൈവത്തിന്റെ ദേവാലയത്തിൽ നിന്നും പുറത്തു പോവുകയും വീണ്ടും നാം ചാട്ടവാറാകുന്ന ആത്മശോധനയിലൂടെ വിശുദ്ധ കുമ്പസാരത്തിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ വീണ്ടും ദേവാലയമായി പുനഃപ്രതിഷ്ഠിക്കപ്പെടുകയാണ്. ഈ ഒരു പുനഃപ്രതിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ എന്നും നടക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിച്ചു നോക്കുക. ഈ ഒരു പുനഃപ്രതിഷ്ഠയിലൂടെ മാത്രമേ വീണ്ടും ദൈവമാകുന്ന ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഈ നിമിഷം നമുക്ക് ചിന്തിക്കാം, നാം ദൈവത്തിൻ്റെ ആലയമായി പുനഃപ്രതിഷ്ഠിക്കുവാൻ തയ്യാറാണോ? അതിനുവേണ്ടി ഒരുങ്ങുന്നവരാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ ആമേൻ.